വന്നേ അവരുടെ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പോലീസ് ചെയ്യുന്നുണ്ട്. അവര് കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം വന്ന. ഇപ്പൊ പരാതി എന്താണെന്നറിയാം, നടക്കുന്നില്ലെന്നാണ്. തെറ്റാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അത് DGP മുഖേന എല്ലാ പോലീസ് മേധാവികൾക്കും ഫോർവേഡ് ചെയ്തിട്ടുള്ള. പക്ഷെ അതിനെതിരെ നടപടികൾ കാര്യമായിട്ട് വരുന്നില്ല. ഈ പേരിന് അവിടെ എവിടെയും 2 സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തത് തീരെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞ തിരുവനന്തപുരം കേസ് വന്നപ്പോഴാണ് ഇത് വീണ്ടും പൊക്കി വന്ന് തിരുവനന്തപുരത്ത് വി രാജ് മേയറായിരുന്നപ്പോൾ എല്ലാ സ്ഥലത്തും പോയി റെയ്ഡുകൾ. ഇത് കുറച്ച് സമയം കൊണ്ട് അങ്ങ് ഒതുങ്ങിപ്പോവും. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം, കൃത്യമായിട്ടുള്ള ഇതെല്ലാം കൃത്യമായിട്ട് ഭരണ സംവിധാനങ്ങൾ വരണം. ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടാതെ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ പലപ്പോഴും സാറേ ഇതിന്റെ അനാശാസ്യ കേന്ദ്രങ്ങളിലൊക്കെ എന്താ പിടിക്കപ്പെടാതെ ഇതിന്റെ പുറകിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഒത്താശയുണ്ടോ സംശയമുണ്ട്. സ്ഥാപനങ്ങളുണ്ടോ അതെനിക്കറിയില്ല. പോലീസ് അധികാരികൾ ബിനാമിയാണ് അവർ നേരിട്ട് നടത്തോ. SKN സാർ ഇപ്പൊ ഒരു കാര്യം നടത്താനായിട്ട് ചിലപ്പോ ഒരു ബിനാമിയെ വെച്ച് ചെയ്തു വരും എന്ന് പറയുന്ന വലിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവരൊരു ബിനാമിയെ വെച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുക. സാറേ ഇദ്ദേഹം പറഞ്ഞു കറക്റ്റായിട്ട് റെയ്ഡും പരിശോധനകളും നടത്തുന്നത്. ഈ ഒറിജിനൽ നന്നായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിൽ കറക്റ്റായിട്ട് വരും. പക്ഷെ അനധികൃത സ്ഥാപനങ്ങളിൽ ഇവർ തന്നെ, കാരണം പല ഒത്താശകളോടും കൂടിയാണ് ആ സ്ഥാപനം നടത്തണമെന്നുള്ളതാണ് നമ്മൾ തീർച്ചയായും. മര്യാദയ്ക്ക് ഒരു സ്ഥാപനം കൊണ്ടുനടക്കാൻ പറ്റൂ. ഇവിടുത്തെ കേരളത്തിൽ വർഷമായിട്ട് നടത്തുന്നുണ്ട്. സുഖമായിട്ട് നടത്താൻ പറ്റും നമുക്ക്. അവര് പറയുന്ന ഫോർമാലിറ്റീസ് നിയമപരമായിട്ട് മാനദണ്ഡം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അവര് വന്നോട്ടെ. ഈ നിങ്ങൾക്ക് ഒരുപാട് പരിശോധനകൾ നടക്കുന്നുണ്ട്, ഈ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ റെയ്ഡൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു മൊഴി എടുക്കാൻ പോയാലും റെയ്ഡ് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ അവിടെ ഈ കസ്റ്റമേഴ്സ് വരണല്ലോ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സൗഹൃദ അന്തരീക്ഷത്തോടത്തല്ലേ അവർ വരൂ. ഒന്നാമതെന്താ വെച്ചാല് ഇപ്പം എല്ലാ സ്ഥലത്തും റെയ്ഡ് നടക്കുമ്പോൾ നമ്മളെ സ്ഥാപനത്തിലും പോലീസ് വണ്ടി അങ്ങ് ഇടിച്ച് കയറുന്നു. കുറെ പോലീസുകാർ കയറി ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ മനസ്സിൽ അവിടെ എന്തോ നടക്കുന്നുണ്ട്. നമ്മൾ മാന്യമായിട്ട് നടത്തുകയാണെങ്കിലും അവിടെ എന്തോ കുറെ പോലീസുകാർ കയറി പോയിട്ടുണ്ട്, അവിടെ എന്തോ നടത്തുന്നുണ്ട്. അല്ല, ഈ നമുക്കിപ്പോ ഈ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളെ പോലെ സത്യസന്ധമായ സ്ഥാപനങ്ങൾ നടന്നിരിക്കട്ടെ, സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവൂ. ബുദ്ധിമുട്ടാവുന്നു. ആളുകൾക്ക് വരാൻ പേടിയാണ്.